ആകെ പ്രകോപിതരായ ഇസ്ലാം ഭീകരവാദികൾ പിന്നെ ഒട്ടും വൈകിയില്ല. തങ്ങളുടെ കയ്യിലിരിക്കുന്ന തോക്കിൻ്റെ കാഞ്ചി വലിച്ച് റാഹിദച്ചൻ്റെയും ഡീക്കന്മാരുടെയും ചങ്കിലേക്ക് വെടിയുതിർത്തു. തൻ്റെ ഇടവകയിലെ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അണ്ടർഗ്രൗണ്ടിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് മടങ്ങുമ്പോഴാണ് റഹീദച്ചൻ ഇസ്ലാം ഭീകരവാദികളുടെ വെടിയേറ്റ് മരിക്കുന്നത്. ജൂൺ 3 ഇറാഖിലെ മൊസോളിൽ ഹോളി സ്പിരിറ്റ് ദേവാലയത്തിൽ കൽദായ വൈദികനായ റാഹിദ് അസീസ് ഖാനി എന്ന പുരോഹിതൻ അർപ്പിച്ചത് തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ പരിശുദ്ധ കുർബാനയാണ് എന്ന് അദ്ദേഹം പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അന്ന് റഹീദച്ചൻ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് മടങ്ങുമ്പോൾ റഹീദച്ചനൊപ്പം 3 ഡീക്കന്മാരും ഉണ്ടായിരുന്നു. കാരണം റഹീദച്ചൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പല വിധത്തിലുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും ലഭിച്ചിരുന്നതിനാൽ അധികാരികൾ അദ്ദേഹത്തെ തനിച്ച് വിട്ടിരുന്നില്ല. അന്ന് അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ആയുധധാരികളായ ഏതാനും മുസ്ലിം ഭീകരരുടെ അടുത്തേക്ക് അവർ ചെന്നുവിട്ടു. അവർ അലറിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പള്ളി പൂട്ടണമെന്ന് പല പ്രാവശ്യം പറഞ്ഞതല്ലേ, പിന്നെ എന്താ പള്ളി തുറന്നിടുന്നത്? റാഹിദച്ചൻ ശാന്തമായി ഇങ്ങനെ മറുപടി പറഞ്ഞു, ദൈവത്തിൻ്റെ ഭവനം ഞാൻ എങ്ങനെ അടച്ചിടും? റാഹിദച്ചൻ്റെ ശാന്തമായ മറുപടി കേട്ട് ഇസ്ലാമിക ഭീകരവാദികൾ പ്രകോപിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവരുടനെ തന്നെ റാഹിദച്ചനോടും 4 ഡീക്കന്മാരോടുമായി പറഞ്ഞു, ഇപ്പോൾ തന്നെ നിങ്ങൾ മുസ്ലിം മതം സ്വീകരിക്കണം. അവർ അതിനെയും വളരെ ശാന്തമായി നിരാകരിച്ചു. ആകെ പ്രകോപിതരായ ഇസ്ലാം ഭീകരവാദികൾ പിന്നെ ഒട്ടും വൈകിയില്ല. തങ്ങളുടെ കയ്യിലിരിക്കുന്ന തോക്കിൻ്റെ കാഞ്ചി വലിച്ച് റാഹിദച്ചൻ്റെയും ഡീക്കന്മാരുടെയും ചങ്കിലേക്ക് വെടിയുതിർത്തു. തങ്ങളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ സമയത്തും അവർ ദൈവമേ എന്ന് വിളിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഈ ലോകവാസം അവർ വെടിഞ്ഞു. ഇറാഖിലെ ക്രൈസ്തവ സമൂഹത്തിന് ഒരിക്കലും മറക്കാനാവാത്ത രക്തസാക്ഷിത്വമായിരുന്നു റാഹിദച്ചൻ്റേത്. ഞായറാഴ്ച പരിശുദ്ധ കുർബാന അർപ്പിച്ചതിൻ്റെ പേരിൽ ദൈവത്തെ ആരാധിക്കാൻ ക്രിസ്തീയ സമൂഹത്തിന് അവസരം കൊടുത്തു എന്നതിൻ്റെ പേരിൽ പരിശുദ്ധ കുർബാനയുടെ രക്തസാക്ഷിയായി അറിയപ്പെടുന്ന വ്യക്തിയാണ് റാഹിദച്ചൻ. 1972 ജനുവരി 20 ഇറാഖിലെ മൊസോളിലാണ് റഹീദ് അസീസ് ഖാനി ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഒരൊറ്റ ആഗ്രഹമേ റഹീദിന് ഉണ്ടായിരുന്നുള്ളൂ, ഒരു വൈദികനാകണം. കഷ്ടത അനുഭവിക്കുന്ന തങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യണം. 1982 മെയ് 1 പരിശുദ്ധ കുർബാന സ്വീകരിച്ച അദ്ദേഹം തൻ്റെ പ്രാഥമിക പഠനത്തിനൊക്കെ ശേഷം സിവിൽ എഞ്ചിനീയറിംഗും പഠിച്ച ശേഷമാണ് സെമിനാരിൽ ചേരുന്നത്. താനൊരു കത്തോലിക്ക വിശ്വാസിയായി ജീവിക്കുന്നത് തൻ്റെ അഭിമാനമായിട്ടാണ് റഹീദ് ചെറുപ്പത്തിലൊക്കെ കണ്ടത്. ഇറാഖിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ഇറാഖിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെ റഹീദിന് നന്നായി അറിയാമായിരുന്നു. ക്രിസ്ത്യാനികൾക്കെതിരെ തീവ്രമായ ഏറ്റുമുട്ടലുകൾ, നിരന്തരം ഇസ്ലാം ഭീകരവാദം ഉയർത്തുന്ന പ്രതിസന്ധികൾ, ഇതിൻ്റെ ഒക്കെ ഇടയിലും റഹീദച്ചന് ഒരൊറ്റ തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടുത്തെ ജനത്തെ ശുശ്രൂഷിക്കാൻ ഒരു പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുക എന്നത് ആഗ്രഹമായി കൊണ്ടു നടന്ന വ്യക്തിയായിരുന്നു റഹീദച്ചൻ. പ്രാഥമിക പഠനങ്ങൾക്കൊക്കെ ശേഷം അധികാരികൾ അദ്ദേഹത്തെ പഠിക്കാനായിട്ട് അയക്കുന്നത് റോമിലെ സെൻറ്റ് തോമസ് അക്യൂനാസ് പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ശുശ്രൂഷ ചെയ്യാനും തുടർന്ന് പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും റാഹിദച്ചൻ അവിടെ നിന്ന് തിരികെ മൊസോളിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ഇറാഖ് എൻ്റെ സ്ഥലമാണ്, എൻ്റെ ജന്മസ്ഥലം, എനിക്ക് അവിടേക്ക് മടങ്ങിപ്പോണം, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യണം എന്നത് റഹീദച്ചൻ്റെ ഒരാഗ്രഹമായിരുന്നു. അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ എഴുതുന്ന എഴുത്തുകളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു: ചെന്നായ്ക്കളുടെ കാലത്ത് ആടുകളെ ഉപേക്ഷിച്ച് ഒരിക്കലും നമ്മൾ ഓടിപ്പോകരുത് എന്ന് പറയുക മാത്രമല്ല റഹീദച്ചൻ ചെയ്തത്, തൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തു അനേകർക്ക് ബലിയായതുപോലെ ഇറാഖിലെ പീഡിത സഭയ്ക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവൻ അർപ്പിക്കുക കൂടി ചെയ്തു. റോമിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനമൊക്കെ കഴിഞ്ഞ് വൈദികനായി
തിരികെ മൊസോളിലെത്തുമ്പോൾ മൊസോളിൻ്റെ സ്ഥിതി ആകെ മാറിയിരുന്നു. അദ്ദേഹം തന്നെ ഇറാഖിൻ്റെ സ്ഥിതിയെക്കുറിച്ച് തൻ്റെ എഴുത്തുകളിലൊക്കെ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ നരകത്തിൻ്റെ സ്ഥിതി ഇതിനേക്കാളും മെച്ചമായിരുന്നു എന്നാണ്. ഇസ്ലാമിക തീവ്രവാദികൾ മൊസോൾ മുഴുവനായി കീഴടക്കി കഴിഞ്ഞിരുന്നു. എങ്ങും കലാപങ്ങളും വെടിയൊച്ചകളും ആക്രമണങ്ങളും മാത്രം. ക്രൈസ്തവർ പലരും ഇറാഖ് ഉപേക്ഷിച്ച് കൂട്ടത്തോടെ പലായനം ചെയ്യാൻ തുടങ്ങി. ദേവാലയങ്ങൾ പലതും അഗ്നിക്കിരയാക്കിയെന്ന് മാത്രമല്ല, കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ വിലക്കുകയും ചെയ്തു. വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ജീവന് വിലയിട്ടൊരു കാലം കൂടിയായിരുന്നു അത്. നിരാശയും അസമാധാനവുമൊക്കെ അരങ്ങിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും ഒട്ടും ഭയപ്പെടാതെ, ആരുടെയും ഭീഷണിയെ വകവെക്കാതെ ദേവാലയം തുറന്നിട്ട് പരിശുദ്ധ കുർബാന അർപ്പിച്ച വൈദികൻ്റെ പേരാണ് റഹീദ് അച്ഛൻ. സമൂഹത്തിലെ മുറിവേറ്റവരുടെ ഇടയിലും സങ്കടപ്പെടുന്നവരുടെ ഇടയിലൂടെയൊക്കെ നടന്ന് അദ്ദേഹം അവർക്ക് ശുശ്രൂഷ ചെയ്തിരുന്നു. ഇത്രയും ഭീകരമായ അന്തരീക്ഷത്തിലും ഭയം കൂടാതെ മുന്നോട്ട് ചലിക്കാൻ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിയത് പരിശുദ്ധ കുർബാനയായിരുന്നു. തൻ്റെ ഇടവകയിലെ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അണ്ടർഗ്രൗണ്ടിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് അദ്ദേഹം നൽകിയൊരു സന്ദേശം ഇപ്രകാരമായിരുന്നു: പലപ്പോഴും എനിക്ക് ഭയവും ഭീതിയും ഒക്കെ തോന്നാറുണ്ട്, പക്ഷെ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് പരിശുദ്ധ കുർബാന ഇങ്ങനെ എടുത്തുയർത്തി ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു ശക്തി എന്നിലേക്ക് കടന്നു വരുന്നത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. അന്ന് ആ ഞായറാഴ്ച പരിശുദ്ധ കുർബാന അർപ്പിച്ച് മടങ്ങുമ്പോഴാണ് റഹീദ് അച്ഛൻ ഇസ്ലാം ഭീകരവാദികളുടെ വെടിയേറ്റ് മരിക്കുന്നത്. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ നേർക്കാഴ്ചയായിരുന്നു റഹീദ് അച്ഛൻ്റെ രക്തസാക്ഷിത്വം. 2007 ജൂൺ 4 റഹീദ് അച്ഛൻ്റെയും 4 ഡീക്കന്മാരുടെയും സംസ്കാര ശുശ്രൂഷകൾ മൊസോളിലെ ദേവാലയത്തിൽ നടന്നു. അന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തൻ്റെ അനുശോചന സന്ദേശത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഇറാഖിൽ റഹീദ് അച്ഛൻ്റെ മരണം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പാത ഉപേക്ഷിച്ച് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ സഹായിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാഖിൽ നീതിയുടെയും അനുരഞ്ജനത്തിൻ്റെയും പാത വേഗത്തിലാക്കാൻ ഇദ്ദേഹത്തിൻ്റെ മരണം സഹായിക്കട്ടെ എന്ന പ്രത്യാശയോടെയാണ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തൻ്റെ അനുശോചന സന്ദേശം അവസാനിപ്പിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തെ ദൈവദാസനായി സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: ഞാൻ വഹിക്കുന്ന പൗരോഹിത്യത്തിൽ ആരും എന്നെ അപമാനിക്കാതിരിക്കാൻ അങ്ങൻ്റെ ശക്തിയായിരിക്കണമേ. എൻ്റെ ജീവനെ ഭയന്ന് ദുർബലപ്പെടാതിരിക്കാനും കീഴടങ്ങാതിരിക്കാനും അങ്ങനെ സഹായിക്കണമേ. ഇത് അദ്ദേഹം എന്നും ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനയാണ്. റഹീദ് അച്ഛൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. കർത്താവ് ജീവനേക്കാളും വില കൽപ്പിച്ച പരിശുദ്ധ കുർബാനയ്ക്ക് ജീവൻ പകരം കൊടുത്താണ് റഹീദ് അച്ഛൻ ഈശോയെ സ്നേഹിച്ചത്. ഒരുപക്ഷെ പരിശുദ്ധ കുർബാനയ്ക്കായി നമുക്ക് നമ്മുടെ ജീവൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ സമയം കൊടുത്ത് ഒരുങ്ങി പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ റഹീദ് അച്ഛൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.